സ്മൃതി ഇറാനി ഇപ്പോൾ വളരെ ടഫായിട്ടുള്ള ഒരു മിനിസ്റ്ററാണ്. ഉദ്യോഗസ്ഥർ നന്നായിട്ട് ഭയക്കുന്ന ഒരു മിനിസ്റ്ററും കൂടിയാണ്. ഫാഷൻ്റെ അറിയാത്ത ഒരാളാണ് ഞാൻ. ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ്സ് ഹാൻഡ്ലൂംസിൻ്റെ റിപ്പോസിറ്ററിയാണ് നിഫ്റ്റ്. ഫാഷൻ്റെ അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഒരു ബ്രാൻഡ് പേര് പോലും നേരെ പറയാൻ അറിയില്ല. ഫാഷൻ്റെ ലോകമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷേ കുടുംബശ്രീ കാരണം തന്നെയാണ് എടുത്തതെന്ന്. കാരണം നിഫ്റ്റിൽ ധാരാളം സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ വിഷയങ്ങൾ ഇതുണ്ട്. ആൻഡ് ഇപ്പം അത്തരത്തിലുള്ള കുറേ ഇഷ്യൂസും കൂടി പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി പറ്റിയ ഒരാളെന്നുള്ള രീതിയിൽ ഒരു ധാരണ വെച്ചുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ആ സമയത്ത് പോയി പറഞ്ഞൊക്കെ നോക്കി, എന്നെക്കൊണ്ട് ആവുന്ന ജോലിയൊന്നുമല്ല ഇത്, ഇതെൻ്റെ സ്വഭാവമല്ല എന്നുള്ളത് പറഞ്ഞു നോക്കി. അത് മൈൻഡാക്കിയില്ല. അതെ അങ്ങനെ പറഞ്ഞു. പിന്നെ നാട്ടിൽ തിരിച്ച് ചെല്ലണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഒന്നും കേട്ടില്ല. അപ്പോൾ പക്ഷെ വന്ന് ജോയിൻ ചെയ്ത് അന്ന് ചെന്നപ്പോഴത്തെ തന്നെ പറഞ്ഞു, നമുക്കിവരെ ഒരു മേക്ക് ഓവർ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കാര്യവും സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം മാഡം വാസ്തവത്തിൽ സ്മൃതി ഇറാനി ഇപ്പോൾ വളരെ ടഫായിട്ടുള്ള ഒരു മിനിസ്റ്ററാണ്. ഉദ്യോഗസ്ഥർ നന്നായിട്ട് ഭയക്കുന്ന ഒരു മിനിസ്റ്ററും കൂടിയാണ്. ഏതൊരു വിഷയത്തിലും നന്നായിട്ട് നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഭയങ്കര കട്ടിങ്ങാണ് നമുക്കൊക്കെ. അതേസമയം ഒരു വിധത്തിൽ നോക്കുമ്പോഴത്തേക്കും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും പിന്നെ പല ഭാഷകളും അറിയാം, അനുഭവം വെച്ചുകൊണ്ടും ആക്ച്വലി ഒരു ഫാഷൻ ഇൻഡസ്ട്രിക്ക് നിഫ്റ്റ് പോലെയുള്ളൊരു സ്ഥാപനം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉള്ള ഒരാളും കൂടിയായിരുന്നു. അപ്പോൾ അത്ര ക്ലാരിറ്റി ഉള്ള ഒരു ആൾ ഇപ്പം നിഫ്റ്റിന് കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ഞാൻ അതിനകത്തോട്ട് കടന്നു ചെല്ലുമ്പോഴത്തേക്കും പല തരത്തിലുള്ള ഇടം കണ്ടെത്തി. അപ്പോൾ ഒന്ന് ഇപ്പം ഇന്ത്യ സൈസിങ് എന്നുള്ള ഇത്, ട്രെൻഡ് അനാലിസിസിന് വേണ്ടിയുള്ളത്, ഇപ്പം ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ്സ് ഹാൻഡ്ലൂംസിൻ്റെ റിപ്പോസിറ്ററിയാണ് നിഫ്റ്റ്. അതിൻ്റെ ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനും ഇതൊക്കെ ചെയ്ത് ഒരു വലിയൊരു സാധനം ഉണ്ടാക്കണം. അപ്പോൾ ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ വേണ്ടിയുള്ള ആശയങ്ങൾ, ഇൻക്യുബേറ്റിംഗ് ഇൻഡസ്ട്രിയുടെ പല തരത്തിലുള്ള ഇടപെടലുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ തന്നിരുന്ന ഒരു മാൻഡേറ്റ് കരിക്കുലം റിഫോം ചെയ്യാണ് നിഫ്റ്റിൽ. അപ്പം നിഫ്റ്റിൻ്റെ കരിക്കുലം റിഫോം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ വളരെ അറിവും കഴിവും ക്രിയേറ്റിവിറ്റിയും ഉള്ള കുറേ അധികം ആളുകളെ ഒരുമിച്ച് കാണാനും അവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാകാനും, പിന്നെ ഞങ്ങൾ ആ നിലവിലുണ്ടായിരുന്ന കരിക്കുലം മുഴുവനായിട്ട് പൊടിച്ച് മാറ്റി പുതിയൊരു സാധനം ഉണ്ടാക്കിയായിരുന്നു. ഇവരെല്ലാവരും തന്നെ ആ സമയത്ത് ഇൻ്റർനാഷണൽ പെഡഗോജി എന്താണ് എന്നുള്ളത് കണ്ട്, ഇപ്പം ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ ആവശ്യം എന്താണ് എന്നുള്ളത് കണ്ട് ഇൻഡസ്ട്രി എൻഗേജ്മെൻറ്റിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട്, പിന്നെ ഈ ഇപ്പം ക്രാഫ്റ്റും ഇതുമായിട്ടുള്ള ഇപ്പം ഇന്ത്യൻനെസ് എന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ടും, പിന്നെ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് കൊണ്ടുവന്നുകൊണ്ടും, പിന്നെ ഈ ഭാവിയിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ മാറ്റത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്പീഡുണ്ടല്ലോ ഇക്കാലത്ത്. അപ്പോൾ ആ സ്പീഡിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രാജുവേറ്റിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും. എത്തിക്സ് ഇന്ന് ഞാനിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ റീസൈക്ലിങ്ങും എത്തിക്കലായിട്ടുള്ള ഫാഷൻ എന്നും പറഞ്ഞിട്ടുള്ള ആശയങ്ങളൊക്കെ കരിക്കുലത്തിനകത്തോട്ട് കൊണ്ടുവന്നൊരു സമയം കൂടിയായിരുന്നു. സോ ഇറ്റ് ഈസ് നല്ല ഫാസിനേറ്റിംഗ് ആയിരുന്നു. അല്ലല്ല, പഞ്ചായത്തിലിരുന്നപ്പോഴാണ് മുടി വെട്ടിയത്. മുടി പോയത് കൊണ്ടാണ് മുടി വെട്ടിയത്, അല്ലാതൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല. ഫസ്റ്റ് റാങ്ക് കയറി പിന്നെ എൻട്രൻസ് എഴുതാതെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എൻട്രൻസ് എഴുതി കിട്ടി, പിന്നെ പോകാത്തതാണ്, വേണ്ടെന്ന് വെച്ചതാണ്. കൺവിൻസിങ് ഭയങ്കര പാടായിരിക്കുമല്ലോ പാരന്റ്സിന്. അതുപോലെ അമ്മ കേരളത്തിലെ ആദ്യത്തെ വനിത എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ലിറ്ററേച്ചർ എടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്ങനെയത് ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അല്ല, ഫാമിലിയിൽ അച്ഛനും അമ്മയും രണ്ടുപേരും ഇത് എൻജിനീയറിംഗ് കോളേജിലെ ടീച്ചർമാരായിരുന്നു.
പിന്നെ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ ഈ നന്നായിട്ട് പഠിക്കും. അമ്മയും ആ സമയത്ത് കോട്ടൺ ഹില്ല് ഫസ്റ്റ് റാങ്കൊക്കെ ആയിരുന്നു. അപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അമ്മ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേളിൽ നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇത് റാങ്ക് കിട്ടിയത് കൊണ്ട് അതുകൊണ്ട് മോക്കും കിട്ടണം എന്നുള്ള ഒരു സമ്മർദ്ദം എനിക്കും എൻ്റെ അനിയത്തിക്കും രണ്ടുപേർക്കും ഞങ്ങൾ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഇത് വന്നത്. പിന്നെ ഹോളി ഏഞ്ചൽസിലാണ് പഠിച്ചത്. അവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫാക്ടറി പോലെ റാങ്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു സമയം. അപ്പം അടുത്ത റാങ്ക് പ്രോസ്പെക്റ്റ് എന്ന നിലയ്ക്കൊക്കെ എഴുതിയിരുന്നു. അപ്പം ഇതൊക്കെ ആയിരുന്നെങ്കിലും എനിക്ക് ലിറ്ററേച്ചറിൽ താല്പര്യമാണ് എന്നുള്ളത് നേരത്തെ അറിയായിരുന്നു. അപ്പം പ്രീ ഡിഗ്രിക്ക് കയറിയ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു, ഒന്ന് തേർഡ് ഗ്രൂപ്പ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ സമ്മതിച്ചില്ല. പിന്നെ നോക്കാം. ഇപ്പോൾ ഇതൊന്ന് സെക്കൻഡ് ഗ്രൂപ്പ് തന്നെ അങ്ങനെ എടുത്തു. അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവണമെന്ന്. അപ്പോൾ അങ്ങനെ പഠിച്ചു. ഇത് എൻട്രൻസ്, അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം മാർക്ക് മാറിയിട്ട് എൻട്രൻസിൻ്റെ ആ ഒരു 002 സ്കാൻഡൽ വന്നതും അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷനൊക്കെ വന്നു. അപ്പോൾ മൂന്നാമത്തെ ബാച്ചും കൂടെ രണ്ടാമത്തെ ബാച്ചായിരുന്നു ഞങ്ങൾ. അപ്പം പരീക്ഷ എഴുതി. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ളൊരു സംവിധാനം ആയിട്ടില്ലല്ലോ. തുടക്കമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കൺഫ്യൂഷനായിരുന്നു. അപ്പം എന്നിരുന്നാലും ഇപ്പം ട്യൂഷനൊക്കെ പോയി പരീക്ഷ എഴുതി കിട്ടി. ഞങ്ങൾ അന്ന് വിമൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. വിമൻസ് കോളേജിന് ഒരു പറ്റം പെൺകുട്ടികൾ മെഡിക്കൽ കോളേജിലോട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോയി. പക്ഷെ അന്നേ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കയറേണ്ടത്, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ലിറ്ററേച്ചർ പഠിക്കണം എന്നുള്ളത് താല്പര്യം നേരത്തെ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. പിന്നെ അവസാനം ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ തൊഴുതിട്ട് നിങ്ങൾ ഭഗവാനോട് സംസാരിച്ചിട്ടൊന്ന് പറയാൻ പറഞ്ഞു, എന്താ വേണ്ടത്, നിനക്ക് തുടരണോ, നിനക്ക് മെഡിസിൻ പൂർണ്ണമായിട്ടും വേണ്ടെന്നാണോ? അപ്പോൾ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിട്ടു. അപ്പോൾ അന്ന് ഞാൻ കൊടുത്തൊരു പ്രോമിസാണ്, ഞാൻ സീരിയസ് ആയിട്ട് സിവിൽ സർവീസ് പരീക്ഷ എന്താണെന്ന് പോലും അറിയില്ല, പക്ഷേ പരീക്ഷ എഴുതാം എന്നുള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയാം. മാസത്തിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് എനിക്കൊരു ചെറിയ ഒരു ഹെൽത്ത് എമർജൻസി വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഒരു തരത്തിൽ അതൊരു ഭാഗ്യമാണ്. കാരണം ആ സമയത്ത് പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ ഞാൻ പ്രിലിംസ് പൊങ്ങൂലായിരുന്നു, സാറിനെ കാണുമില്ലായിരുന്നു. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ വരുന്ന മുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് ശാരദ മാമിൻ്റെ. എങ്ങനെയാണ് ആ ഒരു അസോസിയേഷനും അതിൻ്റെ ഒരു ഗ്രോത്തും കുടുംബശ്രീയുടെ കോൺട്രിബ്യൂഷൻസും എല്ലാം ഒന്ന് ചുരുക്കി പറയൂ അതിൻ്റെ ഒരു? ഇപ്പോൾ കുടുംബശ്രീ ആയിട്ടുള്ള എൻ്റെ ബന്ധം ആക്ച്വലി കുടുംബശ്രീ തുടങ്ങുന്ന സമയം മുതലുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ ജില്ലാ കളക്ടറായിരുന്നു. അപ്പം ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലയിൽ തുടങ്ങുമ്പോൾ ഈ സ്വയം സഹായ സംഘം, അപ്പോൾ അന്ന് ഇപ്പോൾ വനിതാ ഘടക പദ്ധതി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജില്ലാ കളക്ടർ എന്ന നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ അന്ന് ഇപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കത്തിലുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്തിൽ വനിതാ ഘടക പദ്ധതിയുടെ ഒരു അവസരം കിട്ടുന്നു. സ്വയം സഹായ സംഘം എന്നൊരു ആശയം വരുന്നു. എന്താണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നറിയാതെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് സ്വയം സഹായ സംഘപ്രസ്ഥാനം, മൈക്രോ ക്രെഡിറ്റ്, സ്ത്രീകളുടെ കൂട്ടായ്മ, ജെൻഡർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ജെൻഡർ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ലൊരു ഇളക്കം സൃഷ്ടിച്ച സമയമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കുടുംബശ്രീ ഗ്രൂപ്പുകളും ഈ ഒരു സ്വയം സഹായ സംഘം, അയൽക്കൂട്ടം എന്നുള്ള രീതിയിൽ ഇപ്പം ഫോം ചെയ്ത് വരുന്നതും അവരെ മനസ്സിലാക്കാനും അവരെ ക്രിട്ടിക്ക് ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടിയിരുന്നതാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്തും അപ്പോഴും നമ്മൾ ഈ സ്ത്രീകളുടെ വിഷയം, കുട്ടികളുടെ വിഷയം എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ എന്ന് കണ്ടു. എന്നിട്ടാണ് കുടുംബശ്രീയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ധാരണകളുമായിട്ടാണ് കുടുംബശ്രീക്കകത്തോട്ട് കയറുന്നത് തന്നെ. അപ്പം കയറുമ്പോൾ ഇപ്പോൾ കാണുന്നത് വലിയൊരു പ്രസ്ഥാനം, വളരെ വലിയ സാധ്യതകളുള്ള പ്രസ്ഥാനം. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതായിരുന്നു, ഈ സ്ത്രീകളുടെ ഒരു പ്രവർത്തന മണ്ഡലമായതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു അദൃശ്യതയും ഉണ്ടായിരുന്നു. അപ്പം ലോകത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ അന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലുമുള്ള വേസ്റ്റ് കളക്ടേഴ്സിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സംവിധാനത്തിനപ്പുറത്തേക്ക്
കുടുംബശ്രീയെ കണ്ടിരുന്നില്ല. പക്ഷേ ഇത് സ്ത്രീകളുടെ താഴെ തട്ടിൽ വികസനത്തിനകത്ത് കടന്നു കയറാനായിട്ടുള്ള അവസരമാണ്, അവരുടെ ശബ്ദം കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരമാണ്. ഈ കൂട്ടായ്മയിലൂടെ നല്ലൊരു ശാക്തീകരണം ഉണ്ടാകാനായിട്ട് സാധിക്കും. അതിൻ്റേതായിട്ടുള്ള ധാരാളം വെല്ലുവിളികളുണ്ട്. കാരണം ഈ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു സർക്കാർ ഇത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കൂട്ടായ്മയിൽ എന്ത് ശാക്തീകരണം, അതിപ്പം സർക്കാരിൻ്റെ പപ്പറ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് പൊതുവെ ഉണ്ടാകുന്നൊരു ധാരണ. പക്ഷെ അതല്ല, സ്ത്രീകൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ശബ്ദം ഉണ്ടാക്കിയെടുക്കുന്നതും ആ ഒരു കളക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതും ആക്ച്വലി സർക്കാരിനും തദ്ദേശഭരണ സർക്കാരുകൾക്കും ഗുണം ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് കുടുംബശ്രീ പൊസിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് കിട്ടി. അത് പഠിച്ച് മനസ്സിലാക്കി. കാരണം എന്താണ് പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നേരിടുന്നതിന് അത് സ്ഥായിയായിട്ട് പരിഹരിക്കുന്ന ഒരൊറ്റ ഇതേ ഉള്ളൂ: ശബ്ദം നമുക്ക് ഏകീകരിക്കണം, അത് കൺസോളിഡേറ്റ് ചെയ്യണം. ആ കൺസോളിഡേറ്റ് ചെയ്യുന്നതിൽ കൂടി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടും, അധികാരത്തിനെ ചെറുത്തു നിൽക്കാനായിട്ടുള്ള കഴിവ് കിട്ടും, ചോദ്യം ചോദിക്കാനായിട്ടുള്ള കഴിവ് കിട്ടും, കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടും. അപ്പോൾ അതൊരു ശാക്തീകരണത്തിൻ്റെ ഭാഗം. പക്ഷേ കുടുംബശ്രീ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ഇത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ് കുടുംബശ്രീയുടെ ഔദ്യോഗികമായിട്ടുള്ള പേര്. അപ്പോൾ ദാരിദ്ര്യത്തിലെ സ്ത്രീയുടെ പങ്ക് എന്താണ്? ഇപ്പോൾ സ്ത്രീ ദാരിദ്ര്യം അനുഭവിക്കുന്നു, പക്ഷേ ഈ ദാരിദ്ര്യം അകറ്റുന്നതിലും സ്ത്രീക്ക് നല്ല രീതിയിൽ ബന്ധപ്പെടാനായിട്ട് പറ്റും, ഇടപെടാനായിട്ട് പറ്റും. ഈ സാമൂഹിക സംഘടനാ സംവിധാനം എങ്ങനെയാണ് ഒത്തുചേർന്നാൽ ദാരിദ്ര്യത്തിനെ ചെറുക്കുക എന്നുള്ളതും, അതും സർക്കാർ സംവിധാനങ്ങളെയും മറ്റ് സംവിധാനങ്ങളെയും, ബാങ്കുകളായാലും സർക്കാർ സംവിധാനങ്ങളായാലും പൊതു ഇടങ്ങളായാലും നമ്മുടെ അല്ലാതെ നിൽക്കുന്ന പ്രൈവറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയാലും ഇതിനെയൊക്കെ തന്നെ ചെറുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംഗതിയായിട്ട് കുടുംബശ്രീക്ക് മാറാൻ പറ്റും ഈ സാമൂഹിക സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ശക്തി ആർജിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ പല സ്ത്രീകളും ലീഡേഴ്സായിട്ട് വന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മൾ കാണുന്നത് അവരുടെ ഏറ്റവും വലിയൊരു പ്രൈഡ് എന്ന് പറയുന്നത്, ഞാൻ ആശ്രയ ഒരു കുടുംബത്തിന് ഇത് സഹായം നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു, അവരെ കണ്ടു, അവരെ സഹായിച്ചതിൻ്റെ ഇപ്പം ഒരു സ്ത്രീ പറയായിരുന്നു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവങ്ങളുടെ പടത്തിൻ്റെ കൂടെ കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൻ്റെ പടവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു കടപ്പാട് തോന്നുന്നു. അപ്പം ഇവർക്ക് വേണ്ടി ഞാൻ നിൽക്കണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകൾ ഞങ്ങളുടെ ദാരിദ്ര്യമല്ല, ഞങ്ങളെക്കാളും ദരിദ്രരായിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ, അത് കാണാനും അത് എത്രത്തോളമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ആ ഒരു കമ്മിറ്റ്മെൻറ്റും ദൃഢനിശ്ചയവും ഐക്യദാർഢ്യവും ഉള്ളത് എന്ന് കണ്ടു വളരാനായിട്ട് ഉള്ളൊരിടമായിരുന്നു കുടുംബശ്രീ.